1995 ഡിസംബർ 17, ഏകദേശം ഒരു 11-11:30 മണിയായി. വെസ്റ്റ് ബംഗാളിലെ പുരൂലിയ ഡിസ്ട്രിക്റ്റ്. ഗ്രാമവാസികളൊക്കെ നല്ല ഉറക്കമാണ്. തെളിഞ്ഞ ആകാശമാണെങ്കിലും നേരത്തെ ഒരു മുഴക്കം കേൾക്കാം. ഒരു സോവിയറ്റ് നിർമ്മിത ആന്റനോവ് AN-26 മോഡലിലുള്ള ഒരു കാർഗോ പ്ലെയിൻ വളരെ താഴ്ന്നു പറക്കുന്ന ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്. പെട്ടെന്ന് ആ പ്ലെയിനിന്റെ കാർഗോ ഡോർ തുറക്കുകയാണ്. അതിൽ നിന്ന് പാരച്യൂട്ടിൽ ഇന്ത്യൻ മണ്ണിലേക്ക് പറന്നിറങ്ങിയത് 24 പെട്ടികളാണ്. അത് നിറച്ചും ആയുധങ്ങളായിരുന്നു. നൂറ്റുകണക്കിന് AK-47 റോക്കറ്റ് ലോഞ്ചേഴ്സ്, എന്തിന് ആന്റി ടാങ്ക് ഗ്രനേഡ്സ് വരെ ഉണ്ടായിരുന്നു. ഒരു ചെറിയ സൈന്യത്തെ ആം ചെയ്യാൻ പറ്റുന്നത്ര ആയുധങ്ങളുണ്ടായിരുന്നു ആ മരപ്പെട്ടികൾ. ആർക്കു വേണ്ടിയായിരുന്നു അത്രയും ആയുധങ്ങൾ? ആരായിരുന്നു ആയുധങ്ങൾ അവിടെ എത്തിച്ചത്? ഇന്ത്യൻ ഗവൺമെന്റിന്റെ അറിവോടുകൂടിയാണ് ഇത്രയും ആയുധങ്ങൾ അവിടെ ഡ്രോപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ബ്രിട്ടീഷ് ഇന്റലിജൻസ് ഏജൻസി ആയിട്ടുള്ള MI5 3 പ്രാവശ്യമാണ് ഇന്ത്യയുടെ റോയെ ഇത് അറിയിച്ചത്, ഈ ആയുധങ്ങൾ വരുന്ന കാര്യം. എന്നിട്ട് എന്തിന് ഇന്ത്യ അത് ഇഗ്നോർ ചെയ്തു? അതാണ് നമ്മളുടെ ഇന്നത്തെ കേസ്, പുരൂലിയ ആംസ് ഡ്രോപ്പ്. സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ ആയുധക്കടത്ത്, ഏറ്റവും വലിയ ഇന്റലിജൻസ് ഫെയിലുവർ. രാവിലെ തന്നെ അവരുടെ കൃഷിസ്ഥലത്തെത്തിയ കൃഷിക്കാർ കാണുന്നത് അവിടെ കൃഷിസ്ഥലത്ത് അങ്ങിങ്ങായി കാണുന്ന മരപ്പെട്ടികളാണ്. അവർ ക്യൂരിയോസിറ്റി കാരണം അടുത്ത് പോയത് എന്താണെന്ന് തുറന്ന് നോക്കുന്നുണ്ട്. അതിലവർ കാണുന്നത് AK-47കളും സ്നൈപ്പർ റൈഫിൾസും RPG റോക്കറ്റ് ലോഞ്ചേഴ്സും ഒക്കെയാണ്. ഈ വാർത്ത പെട്ടെന്ന് തന്നെ പടരുന്നുണ്ട്. അന്നത്തെ ദിവസം ഇന്ത്യ ഉണരുന്നത് ഈ വാർത്ത കേട്ടുകൊണ്ടാണ്. അധികം താമസിക്കാതെ തന്നെ പോലീസ് എത്തി ഈ ആയുധങ്ങളൊക്കെ കോൺഫിസ്കേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ പോലീസ് അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ അവിടുത്തെ ഗ്രാമത്തിലെ ആൾക്കാർ പെട്ടി തുറന്ന് അതിൽ നിന്ന് നല്ലൊരു ശതമാനം ആയുധങ്ങൾ അവരവരുടെ വീട്ടിൽ കൊണ്ടുപോകുന്നുണ്ട്. പിന്നീട് അത് റിക്കവർ ചെയ്യാനുള്ള ശ്രമമായി പോലീസിന്. അവർ ഗ്രാമങ്ങളിൽ ചെന്ന് മൈക്ക് വെച്ച് വിളിച്ച് പറയുന്നുണ്ട് എല്ലാവരും ആ ആയുധങ്ങൾ തിരിച്ചു കൊണ്ടുതരണമെന്ന്, ഇല്ലെങ്കിൽ നമ്മൾ പിറ്റേന്ന് റെയ്ഡ് നടത്തുമ്പോഴത്തേക്ക് ഈ ആയുധങ്ങൾ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ കേസാക്കുമെന്നും പറയുന്നുണ്ട്. എന്നിട്ട് പിന്നീട് റെയ്ഡ് നടത്തുന്നുണ്ട്. കുറച്ച് ആൾക്കാർ വോളണ്ടറി ആയിട്ട് തന്നെ തിരിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറേ ആയുധങ്ങൾ തിരിച്ചു പിടിക്കുന്നു. പക്ഷേ എത്രയാണ് അവിടെ ഇട്ടതെന്ന് അറിയാത്തതുകൊണ്ട് മുഴുവൻ തിരിച്ചു പിടിച്ചോ എന്നും ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അന്ന് പോലീസ് പുറത്തുവിട്ട കണക്ക് പ്രകാരം ഉണ്ടായിരുന്ന ആയുധങ്ങൾ ഇത്രയുമാണ്: AK-47 300, RPG-7 റോക്കറ്റ് ലോഞ്ചേഴ്സ് 10, 9mm പിസ്റ്റോൾസ് 25, 7.62 സ്നൈപ്പർ റൈഫിൾസ് 2 എണ്ണം, നൈറ്റ് വിഷൻ ബൈനോക്കുലേഴ്സ് 2 എണ്ണം, ഗ്രനേഡ്സ് 100 എണ്ണം, 24,000 റൗണ്ട്സ് ഓഫ് 7.62 അമ്യൂണേഷൻസ്, 9mm അമ്യൂണേഷൻസ് 6,000 റൗണ്ട്സ്, ആന്റി ടാങ്ക് ഗ്രനേഡ്സ് 100 എണ്ണം. ഇതൊക്കെ പിടിച്ചെടുത്തതിന്റെ കണക്കാണ്. തിരിച്ചു കിട്ടാത്തത് എത്രയാണെന്ന് കണക്കില്ല. ഇന്ത്യൻ പോലീസ് ഇരുട്ടിൽ തപ്പുന്ന ഈ സമയത്ത് ഈ ഓപ്പറേഷന്റെ മാസ്റ്റർ മൈൻഡ് തായ്ലാന്റിന്റെ തലസ്ഥാനമായ ഫുക്കറ്റിലെ തന്റെ ഹോട്ടൽ മുറിയിലിരുന്ന് ഇന്ത്യൻ വാർത്തകൾ കാണുകയായിരുന്നു. പുരൂലിയിൽ ആയുധങ്ങൾ അടങ്ങിയ പെട്ടികൾ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ആ AN-26 കാർഗോ പ്ലെയിൻ പോകുന്നത് ഫുക്കറ്റിലേക്കാണ്. അന്ന് ആ പ്ലെയിനിൽ ഉണ്ടായിരുന്നത് 7 പേരാണ്. ഈ ഓപ്പറേഷന്റെ മാസ്റ്റർ മൈൻഡ് ആയിട്ടുള്ള ഡാനിഷ് പൗരനായിട്ടുള്ള കിം ഡേവി, ബ്രിട്ടീഷ് പൗരനും ആയുധ കച്ചവടക്കാരനുമായിട്ടുള്ള പീറ്റർ ബ്ലീച്ച്, പിന്നീട് ആ പ്ലെയിനിന്റെ പൈലറ്റ് ഉൾപ്പെടെയുള്ള 5 ക്രൂ മെമ്പേഴ്സും. ഈ ക്രൂ മെമ്പേഴ്സ് മൊത്തം ലാത്വിയയിൽ നിന്നുള്ളവരാണ്. പിറ്റേന്ന് ഇന്ത്യയിൽ നിന്നുള്ള വാർത്തകൾ കാണുമ്പോഴത്തേക്ക് കിം ഡേവി ഞെട്ടിപ്പോവുകയാണ്. കാരണം അവർ അന്ന് ആ ആംസ് അവിടെ ഡ്രോപ്പ് ചെയ്തത് ആ കൃഷിക്കാർക്ക് വേണ്ടിയല്ല. അവർക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യത്തിലേക്ക് അവരുടെ ആയുധങ്ങൾ എത്തിയില്ല എന്ന് അവർ മനസ്സിലാക്കുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്നായി അവരുടെ ചിന്ത. 17-ന് അവർ ഇന്ത്യയിലേക്കുള്ള യാത്ര തുടങ്ങിയത് പാകിസ്ഥാനിലെ കറാച്ചിയിൽ നിന്നാണ്. തിരിച്ച് അവിടേക്ക് തന്നെ പോകാൻ അവർ തീരുമാനിക്കുന്നു. ഫുക്കറ്റിൽ നിന്ന് കറാച്ചിയിലേക്ക് പോകണമെങ്കിൽ ഇന്ത്യ വഴി പോകുന്നതാണ് എളുപ്പം, അല്ലെങ്കിൽ ഒരുപാട് ചുറ്റി പോകേണ്ടി വരും. അവർ രണ്ടും കൽപ്പിച്ച് ഇന്ത്യ വഴി തന്നെ പോകാൻ തീരുമാനിക്കുന്നു. ഈ സമയത്ത് സംഭവം കഴിഞ്ഞിട്ട് 5 ദിവസം കഴിഞ്ഞു. ഡിസംബർ 22 അവർ ഫുക്കറ്റിൽ നിന്ന് ചെന്നൈയിലേക്ക് പുറപ്പെടുന്നു, അന്നത്തെ മദ്രാസ്. അവർ മദ്രാസ് എയർപോർട്ടിൽ റീഫ്യൂൽ ചെയ്യാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഒരു അറസ്റ്റ് പ്രതീക്ഷിച്ച് തന്നെയാണ് കിം ഡേവിയും ടീമും അവിടെ അന്ന് ഇറങ്ങുന്നത്. പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. അവർ റീഫ്യൂൽ ചെയ്യുന്നു, എന്നിട്ട് അവിടുന്ന് നേരെ കറാച്ചിയിലേക്ക് യാത്ര തിരിക്കുന്നു. പക്ഷേ അവർ പറന്ന് തുടങ്ങിക്കഴിയുമ്പോഴത്തേക്ക് ഇന്ത്യൻ എയർ സ്പേസിൽ അംഗീകാരമില്ലാത്ത ഒരു പ്ലെയിൻ പറക്കുന്നത് ഫൈനലി അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ഉടനെ തന്നെ ഈ ആന്റനോവ് AN-26 പ്ലെയിനിനെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നതിനായിട്ട് ഗുജറാത്തിലെ ഭുജിൽ നിന്ന് 2 MiG-21 ഫൈറ്റർ ജെറ്റ്സ് പറന്നു പൊങ്ങുകയാണ്. അവർ മിഡ് എയറിൽ വെച്ച് തന്നെ ഈ ഫ്ലൈറ്റിനെ ഇന്റർസെപ്റ്റ് ചെയ്യുകയും മുംബൈയിൽ ലാൻഡ് ചെയ്യാൻ വേണ്ടി ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയും ചെയ്യുന്നു. ഇതോടെ കിം ഡേവിക്കും ടീമിനെ മനസ്സിലായി തങ്ങൾ പെട്ടുവന്ന്. അവർ മുംബൈയിൽ ലാൻഡ് ചെയ്യുകയാണ്. പക്ഷെ പിന്നെയും സർപ്രൈസ്, അവിടെയും അവർ അന്വേഷിച്ച് ആരും നിൽക്കുന്നില്ല. ഇത് റുട്ടീൻ കസ്റ്റംസ് ചെക്ക് മാത്രമായിരുന്നു. 1-2 ഉദ്യോഗസ്ഥർ വന്ന് അവർ ഫ്ലൈറ്റ് ചെക്ക് ചെയ്ത് നോക്കി, അവർക്കൊന്നും കിട്ടുന്നില്ല. അവർ തിരിച്ചു പോവുകയാണ്. അവർ പോകുന്നതിന് മുന്നേ ഉദ്യോഗസ്ഥർ അവരോട് ലാൻഡിംഗ് ഫീസ് അടയ്ക്കണമെന്ന് പറയാണ്. കിം ഡേവി അത് അടയ്ക്കാൻ സമ്മതിക്കുകയും ഉദ്യോഗസ്ഥരോടുകൂടി അവരുടെ ഓഫീസിലേക്ക് പുറപ്പെടുകയാണ്. പീറ്റർ ബ്ലീച്ചും 5 ക്രൂ മെമ്പേഴ്സും ഫ്ലൈറ്റിന്റെ അരികെ തന്നെ വെയിറ്റ് ചെയ്യുകയാണ്. അവർ അപ്പോഴറിയുന്നില്ല അവരാരും ഇനി കിം ഡേവിയെ നേരിട്ട് കാണാൻ പോകുന്നില്ല. മാത്രവുമല്ല അവരുടെ ലൈഫ് എന്നേക്കുമായി ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഉദ്യോഗസ്ഥരോടൊപ്പം ഓഫീസിലെന്ന് പറഞ്ഞു പോയ കിം ഡേവി
എങ്ങനെയോ ആ മുംബൈ എയർപോർട്ടിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. പോലീസുകാരും കസ്റ്റംസ് ഓഫീസറും ഒക്കെ തിങ്ങി നിറഞ്ഞു നടക്കുന്ന ആ എയർപോർട്ടിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു. ഇതേസമയം തിരിച്ച് ഫ്ലൈറ്റിലേക്ക് കയറി പോകാനൊരുങ്ങുന്ന പീറ്റർ ബ്ലീച്ചിനോടും ക്രൂ മെമ്പേഴ്സിനോടും അവർ ചോദിക്കുകയാണ് കിം ഡേവി എവിടെയാണ്. അപ്പോൾ അവർ പറയുന്നത് നിങ്ങളുടെ വന്നെയാണ്, ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറയുന്നത്. ഈ ഒരു സിറ്റുവേഷനിലാണ് പീറ്റർ ബ്ലീച്ചിനെയും ക്രൂ മെമ്പേഴ്സിനെയും അവർ ഫൈനലി അറസ്റ്റ് ചെയ്യുന്നതും ആ ഫ്ലൈറ്റ് കസ്റ്റഡിയിലെടുക്കുന്നതും. അതും ഈ ആംസ്ട്രോപ്പ് കേസിന്റെ പേരിലല്ല അവരെ കസ്റ്റഡിയിലെടുക്കുന്നത്. കിം ഡേവിയെ ഇല്ലീഗൽ ഇമിഗ്രേഷൻ സഹായിച്ചു എന്ന പേരിലാണ്. പീറ്റർ ബ്ലീച്ചിനെ ചോദ്യം ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ അദ്ദേഹം എല്ലാം തുറന്നു പറയുന്നുണ്ട്. അപ്പോഴാണ് തങ്ങളുടെ കസ്റ്റഡിയിലുള്ളത് ഇത്രയും വലിയ കേസിലെ പ്രതികളാണെന്ന് അവർ മനസ്സിലാക്കുന്നത്. അവർ ഉടനെ തന്നെ വെസ്റ്റ് ബംഗാൾ പോലീസിനെ കാര്യമറിയിക്കുകയാണ്. ഈ സമയത്ത് CBI ഈ കേസ് ഏറ്റെടുക്കാനുള്ള ഏകദേശം എല്ലാ പ്രൊസീജിയേഴ്സും ആയിരുന്നു. അതുകൊണ്ട് CBIയും വെസ്റ്റ് ബംഗാൾ പോലീസും കൂടെയാണ് മുംബൈയിലേക്ക് വരുന്നത്. CBIയും പോലീസും കൂടെ ചോദ്യം ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ പീറ്റർ ബ്ലീച്ച് ആദ്യം അവിടെ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് അറസ്റ്റ് താമസിച്ചതെന്നാണ്. ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടക്കുന്ന വിവരം മാസങ്ങൾക്ക് മുന്നേ തന്നെ ബ്രിട്ടീഷ് ഇന്റലിജൻസ് ഏജൻസിയായ MI5 വഴി ഇന്ത്യൻ ഗവൺമെന്റിനെ അറിയിച്ചിരുന്നു എന്നാണ് പീറ്റർ ബ്ലീച്ച് പറയുന്നത്. സംഭവം നടക്കുന്നതിന് ഒരു 4 മാസം മുന്നേ ഓഗസ്റ്റ് 1995 ഡെൻമാർക്കിന്റെ തലസ്ഥാനമായ കോപ്പൻഹേഗനിൽ വെച്ചാണ് പീറ്റർ ബ്ലീച്ച് ആദ്യമായി കിം ഡേവി പരിചയപ്പെടുന്നത്. കിം ഡേവിയുടെ യഥാർത്ഥ പേര് നീൽ ഹോൾക്ക് എന്നാണ്. അദ്ദേഹത്തിന് പല പേരുകളും ഉണ്ട്. അതിലൊരു പേരാണ് കിം ഡേവി. ഇന്ത്യൻ മീഡിയയിലൊക്കെ കിം ഡേവി എന്ന പേരാണ് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാനും തുടർന്നും ഈ വീഡിയോയിൽ കിം ഡേവി എന്ന പേര് തന്നെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇന്ത്യയിലെ ഒരു റിബൽ ഫോഴ്സിന് ആയുധങ്ങൾ വാങ്ങാനെന്ന ആവശ്യവുമായിട്ടാണ് കിം ഡേവി പീറ്റർ ബ്ലീച്ചിനെ സമീപിക്കുന്നത്. പീറ്റർ ബ്ലീച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ആയുധ കച്ചവടക്കാരനെന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അദ്ദേഹം മറ്റേ CD അണ്ടർവേൾഡിൽ ഈ ആഫ്രിക്കൻ വാർലോഡ്സിനൊക്കെ ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ടൈപ്പ് ക്യാരക്ടറാണെന്ന്. അല്ല, അദ്ദേഹം ലീഗലായിട്ട് ചെയ്യുന്ന ആയുധ കച്ചവടമാണ്. അദ്ദേഹം ബ്രിട്ടനിലെ യോർക്ക്ഷയറിലെ ഒരു ഓഫീസിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത്. അതിന് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അംഗീകാരമുണ്ട്. അദ്ദേഹം ഈ ആയുധ കച്ചവടത്തിലോട്ട് ഇറങ്ങുന്നതിന് മുന്നേ ബ്രിട്ടീഷ് ആർമിയുടെ സ്പെഷ്യൽ ഫോഴ്സസ് യൂണിറ്റ് ആയിട്ടുള്ള SAS ഒരു പട്ടാളക്കാരനായിരുന്നു. കിം ഡേവി ഈ ആവശ്യവുമായിട്ട് അദ്ദേഹത്തിനെ സമീപിക്കുമ്പോഴത്തേക്ക് ഇതിലൊരു റോങ് അദ്ദേഹം മണക്കുന്നുണ്ട്. അദ്ദേഹം ഉടനെ തന്നെ ബ്രിട്ടീഷ് ഇന്റലിജൻസ് ഏജൻസി ആയിട്ടുള്ള MI5 ഈ വിവരം അറിയിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ MI5 ഉടനെ തന്നെ ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസി ആയിട്ടുള്ള റോയിൽ ഈ ഇൻഫർമേഷൻ എത്തിക്കുന്നുണ്ട്. എന്നാൽ വിചാരിക്കാത്തൊരു റെസ്പോൺസാണ് റോയിൽ നിന്ന് MI5 കിട്ടുന്നത്. ഈ പ്ലാനുമായി അവർ മുന്നോട്ട് പോട്ടെ എന്നും ഈ ആയുധങ്ങളുമായി അവർ ഇന്ത്യയിൽ എത്തട്ടെ എന്നും അപ്പോൾ അറസ്റ്റ് ചെയ്യാമെന്നൊരു ആറ്റിറ്റ്യൂഡാണ് റോ കാണിക്കുന്നത്. അതായത് ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ പോലെ. അതനുസരിച്ച് MI5 പീറ്റർ ബ്ലീച്ചിനോട് കിം ഡേവിയെ സഹായിക്കാൻ ആവശ്യപ്പെടുകയാണ്. അതായത് ഒരു ഡബിൾ ഏജന്റ് ആക്ട് ചെയ്യാൻ. ആ പ്ലാന്റെ ഭാഗമായിട്ട് പീറ്റർ ബ്ലീച്ച് ലാത്വിയയിലേക്ക് യാത്ര ചെയ്യുകയാണ്. അവിടെ നിന്ന് ഒരു ആൻഡ്നോവ് AN-26 എയർപ്ലെയിൻ വാങ്ങിക്കുകയാണ്. $25 ലക്ഷം അതിന് അന്ന് വില വരുന്നത്. കിം ഡേവിയുടെ ഒരു ഷെൽ കമ്പനിയുടെ പേരിലാണ് ആ പ്ലെയിൻ വാങ്ങിക്കുന്നത്. അന്ന് അവിടെ ലാത്വിയൻ എയർലൈൻസിൽ വർക്ക് ചെയ്യുന്ന ഒരു 5 പേരെ, പൈലറ്റ് ഉൾപ്പെടെയുള്ള ഒരു 5 പേരെ അവര് ഒരു 4 മാസത്തെ കോൺട്രാക്ടിന് ഹയർ ചെയ്യുകയാണ്. ഈ ക്രൂ മെമ്പേഴ്സൊക്കെ ലാത്വിയൻ എയർലൈൻസിൽ നിന്ന് ലീവ് എടുത്തിട്ടാണ് ഈ കോൺട്രാക്ടിന് പോകുന്നത്. അവരോട് കിം ഡേവി പറയുന്നത് ഒരു ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ ഗവൺമെന്റിന്റെ അറിവോടുകൂടി ഇന്ത്യയിലെ ചില ഏരിയകളിൽ ഫുഡും മെഡിസിനും ഒക്കെ ഡ്രോപ്പ് ചെയ്യാനാണ് ഈ പ്ലെയിൻ ഉപയോഗിക്കാൻ പോകുന്നതെന്നും അതിനുവേണ്ടി ഇവരെ ഹയർ ചെയ്യുന്നുവെന്നുമാണ്. കിം ഡേവി ഈ ക്രൂവുമായിട്ട് 1995 നവംബർ 23-25 സമയത്ത് വാരണാസിയിൽ വരുന്നുണ്ട്. ആ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാത്തൊന്ന് പഠിക്കുന്നതിനും ആ റിസ്ക് ഒക്കെ ഒന്ന് അറിയുന്നതിനും വേണ്ടിയിട്ടാണ്. ഇതേ സമയം പീറ്റർ ബ്ലീച്ച് കിം ഡേവി ആവശ്യപ്പെട്ട ആയുധങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ബൾഗേറിയയിൽ നിന്നാണ് അദ്ദേഹം ഈ ആയുധങ്ങൾ സംഘടിപ്പിക്കുന്നത്. ബംഗ്ലാദേശ് ആർമിക്ക് വേണ്ടിയാണ് ഈ ആയുധങ്ങളൊക്കെ വാങ്ങിക്കുന്നതെന്നൊരു വ്യാജ ഇൻവോയ്സും പീറ്റർ ബ്ലീച്ച് ഉണ്ടാക്കുന്നുണ്ട്. ഈ ആയുധങ്ങളുമായിട്ട് ഈ പ്ലെയിന് കറാച്ചിയിൽ വന്നിറങ്ങുന്നുണ്ട്. അവിടെ ഒരു 4 ദിവസം അവർ സ്റ്റേ ചെയ്യുന്നുണ്ട്. പീറ്റർ ബ്ലീച്ച് പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ സമയത്ത് മാത്രമാണ് കിം ഡേവിയുടെ യഥാർത്ഥ പ്ലാൻ എന്താണെന്ന് ആ ലാത്വിയൻ ക്രൂ മെമ്പേഴ്സിനെ അറിയിക്കുന്നത്. അതുവരെ അവർ വിചാരിക്കുന്നത് അവർ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നത് ഫുഡും മെഡിസിനും ആണെന്നൊക്കെയാണ്. പക്ഷെ എങ്ങനെയോ കിം ഡേവി അവിടെ കൺവിൻസ് ചെയ്യുന്നുണ്ട് ഈ ഓപ്പറേഷന്റെ ഭാഗമാകാൻ വേണ്ടി. അങ്ങനെ 1995 ഡിസംബർ 17 എത്തി. ഈ കാർഗോ പ്ലെയിന് കറാച്ചിയിൽ നിന്ന് ധാക്കയിലേക്ക് പുറപ്പെടുകയാണ്. ഈ സമയവും ഡീറ്റെയിൽസും എല്ലാം പീറ്റർ ബ്ലീച്ച് സമയാസമയത്ത് MI5 അറിയിക്കുന്നുണ്ട്. MI5 ഇതെല്ലാം റോയെയും അറിയിക്കുന്നുണ്ട്. ഒരു 5-5:30 കഴിയുമ്പോഴത്തേക്ക് അവർ വാരണാസി എയർപോർട്ടിലെത്തുകയാണ്. റീഫ്യൂൽ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ലാൻഡ് ചെയ്യുന്നത്. പീറ്റർ ബ്ലീച്ച് പ്രതീക്ഷിക്കുന്നത് അവിടെ ഒരു വലിയൊരു ആർമി അവരെ കാത്തിരിപ്പുണ്ടെന്നാണ്, അവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ആരെയും കാണുന്നില്ല. ആർമിയോ പോലീസോ ഒന്നുമില്ല. ഇന്ത്യൻ പോലീസിന് അല്ലെങ്കിൽ മിലിറ്ററിക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ലൊക്കേഷനാണ് വാരണാസി. കാരണം ഈ സമയത്ത് അവരുടെ ആ പ്ലെയിനിൽ ആയുധങ്ങളുണ്ട്, ഫ്ലൈറ്റിൽ ഫ്യൂവൽ ഇല്ല, അവർക്ക് പറന്ന് പോയി രക്ഷപ്പെടാൻ പറ്റത്തില്ല. വളരെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള എയർപോർട്ടാണ്. ഒരു ഷൂട്ടൗട്ട് നടന്നാൽ പോലും ഒരു സിവിലിയൻ കാഷ്വാലിറ്റി പോലും ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെയാണ് പീറ്റർ ബ്ലീച്ച് അവിടെ വെച്ചായിരിക്കും അറസ്റ്റ് ഉണ്ടാവുക എന്ന് പ്രതീക്ഷിച്ചത്. പക്ഷെ ഒരു പ്രശ്നവുമില്ലാതെ അവർ 4 മണിക്കൂറോടെ സ്പെൻഡ് ചെയ്യുകയാണ്, റീഫ്യൂൽ ചെയ്യുകയാണ് പ്ലെയിൻ. ഒരു 10 മണിയോടുകൂടി അവർ യാത്ര തുടരുകയാണ്. പക്ഷേ ബീഹാറിന് മേലെ എത്തുമ്പോഴത്തേക്ക് ആ ഷെഡ്യൂൾഡ് പാത്തിൽ നിന്ന് അവർ ഡീവിയേറ്റ് ചെയ്യുകയാണ്. അവർ ആ ഡീറ്റൂർ എടുത്ത് പോകുന്നത് പുരുലിയ ഡിസ്ട്രിക്റ്റിന് മേലെ കൂടെയാണ്. അവൾ വളരെ താഴ്ന്നു പറക്കുകയാണ്. അവരുടെ ഫ്ലൈറ്റിലുണ്ടായിരുന്ന 4 ടണ്ണോളം വരുന്ന ആയുധങ്ങൾ അവർ പല സ്ഥലങ്ങളിലായിട്ട് ഡ്രോപ്പ് ചെയ്യുകയാണ്. എന്നിട്ട് ഫ്ലൈറ്റ് നേരെ കൽക്കട്ട എയർപോർട്ടിലോട്ട് പോവുകയാണ്. അവിടെ റീഫ്യൂവൽ ചെയ്തതിന് ശേഷം ധാക്കയിലേക്ക് പോവുകയാണ്. പക്ഷേ ധാക്കയിൽ എത്തുമ്പോഴത്തേക്ക് അവർക്ക് ലാൻഡിംഗ് പെർമിറ്റ് കിട്ടുന്നില്ല. അതുകൊണ്ട് അവർ തായ്ലാൻഡിലെ ഫുക്കറ്റിലേക്ക് പോവുകയാണ്.
അവിടെ വെച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഓപ്പറേഷൻ പാളി എന്നവർ അറിയുന്നത്. ഈ ഓപ്പറേഷൻ പാളിപ്പോകാനുള്ള കാരണമായിട്ട് പീറ്റർ ബ്ലീച്ച് പറയുന്നത് ആ ലാത്വിയൻ പൈലറ്റിന്റെ കാൽക്കുലേഷൻ വന്നൊരു മിസ്റ്റേക്കാണ്. മിക്ക രാജ്യങ്ങളും ഏവിയേഷൻ ഫീൽഡിൽ ഹൈറ്റ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഫീറ്റാണ്. പക്ഷേ സോവിയറ്റ് രാജ്യങ്ങളിൽ മീറ്ററാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അവരുടെ പ്ലാന് 3000 ഫീറ്റിൽ നിന്ന് ആയുധം ഡ്രോപ്പ് ചെയ്യാനായിരുന്നു. പക്ഷേ ലാത്വിയൻ പൈലറ്റ് അത് മനസ്സിലാക്കിയത് 3000 മീറ്ററിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യാനാണ്. അതുകൊണ്ട് തന്നെ ആയുധങ്ങൾ വളരെ ഓവർഷൂട്ട് ചെയ്ത് ആ കൃഷിസ്ഥലങ്ങളിൽ വീഴുകയാണ്. ഇത്രയും ആകുമ്പോഴത്തേക്കാണ് പീറ്റർ ബ്ലീച്ചിനോട് CBI ആ ഇമ്പോർട്ടന്റ് ചോദ്യം ചോദിക്കുന്നത്. എന്തായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം? ആർക്കു വേണ്ടിയായിരുന്നു നിങ്ങൾ ഈ ആയുധങ്ങൾ ഇവിടെ എത്തിച്ചത്? ആനന്ദമാർഗികൾക്ക് വേണ്ടി എന്നാണ് പീറ്റർ ബ്ലീച്ച് നൽകിയ ഉത്തരം. ആരാണ് ആനന്ദമാർഗികൾ? 1955 പ്രഭാത് രഞ്ജൻ സർക്കാർ എന്ന യോഗി ആനന്ദമാർഗം എന്ന ആധ്യാത്മിക സംഘടന രൂപീകരിക്കുന്നത്. അവരുടെ വിക്കിപീഡിയ നോക്കിക്കഴിഞ്ഞാൽ അവർ 150 രാജ്യങ്ങളിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത് പുരൂലിയക്ക് അടുത്തുള്ള ആനന്ദ് നഗറിലാണ്. ഒരു സാമൂഹിക ആധ്യാത്മിക സംഘടന അല്ലെങ്കിൽ ഒരു സോഷ്യോ സ്പിരിച്വലിസ്റ്റ് ഓർഗനൈസേഷൻ എന്നൊക്കെ അതിനെപ്പറ്റി പറയാമെങ്കിലും പലരും ഇതിനെ ഒരു കൾട്ടായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. ആ സമയത്ത് വെസ്റ്റ് ബംഗാൾ ഭരിച്ചുകൊണ്ടിരുന്നത് CPIM ഗവൺമെൻറ്റാണ്, മാർക്സിസ്റ്റ് പാർട്ടി. ആനന്ദമാർഗികളുടെ പ്രവർത്തനത്തെ തുടക്കം തൊട്ടേ CPIM പ്രവർത്തകർ സംശയത്തോടെയാണ് വീക്ഷിച്ചിരുന്നത്. ഈ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതികൾക്ക് എതിരെയുള്ള ഒരു വലതുപക്ഷ ചിന്തയാണല്ലോ ഈ ആനന്ദമാർഗികൾ പോലുള്ള സംഘടനകൾക്കുള്ളത്. അതൊരു ഭീഷണിയായിട്ട് CPM കണ്ടിരുന്നു. ഒരുപാട് തവണ ആനന്ദമാർഗികൾക്ക് പാർട്ടി പ്രവർത്തകരിൽ നിന്ന് ആക്രമണം നേരിടേണ്ടി വരുന്നുണ്ട്. 1967 അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ പാർട്ടി പ്രവർത്തകരുടെ ആക്രമണം ഉണ്ടാകുന്നുണ്ട്. അതിൽ 5 ആനന്ദമാർഗികൾ മരിക്കുന്നുണ്ട്. 1970കളിലും 80കളിലും ഈ ആക്രമണം തുടരുന്നുണ്ട്. ജനങ്ങളുടെ ഇടയിൽ ആനന്ദമാർഗികളെ പറ്റി വളരെ മോശം ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി പാർട്ടിക്ക് കഴിയുന്നുണ്ട്. അവർ പിള്ളേരെ തട്ടിക്കൊണ്ടു പോകുന്നവരാണ് എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ ഒരുപാട് സ്പ്രെഡ് ആവുന്നുണ്ട്. അത് ചെന്ന് അവസാനിക്കുന്നത് 1982 ബിജോൺ സേതു കൂട്ടക്കൊലയിലാണ്. അന്ന് കൊൽക്കട്ടയിൽ പട്ടാപ്പകല് 17 ആനന്ദമാർഗികളെ, 2 സന്യാസിനിമാർ ഉൾപ്പെടെയുള്ള 17 ആനന്ദമാർഗികളെ ജീവനോടെ ചുട്ടുകൊല്ലുന്നുണ്ട്. അവർ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു എന്നൊരു ആരോപണത്തിന് പുറത്തായിരുന്നു ഇത്. ഇതിൽ കാര്യമായിട്ടൊരു അന്വേഷണം നടത്താനോ പ്രതികളെ അറസ്റ്റ് ചെയ്യാനോ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനോ ജ്യോതി ബസുവിന്റെ സ്റ്റേറ്റ് ഗവൺമെന്റിന് കഴിയുന്നില്ല, അല്ലെങ്കിൽ ശ്രമിക്കുന്നില്ല. ഈ കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ പ്രമുഖ CPM നേതാക്കളുണ്ട് എന്നാണ് ആനന്ദമാർഗികൾ ആരോപിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് 1980കളിൽ തന്റെ ഹ്യൂമാനിറ്റേറിയൻ പ്രവർത്തനങ്ങൾക്കായിട്ട് കിം ഡേവി ഇന്ത്യയിലേക്ക് എത്തുന്നത്. അദ്ദേഹം ഈ ആനന്ദമാർഗയുടെ ടീച്ചിങ്സിലൊക്കെ ആകൃഷ്ടരായിട്ട് അവരെ കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. ഹ്യൂമാനിറ്റേറിയൻ ആയിട്ടുള്ള ഒരുപാട് പ്രോജക്ട്സിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആക്രമണങ്ങളും അടിച്ചമർത്തലുകളും അദ്ദേഹം നേരിട്ട് കാണുന്നുണ്ട്. അവരെ സഹായിക്കാൻ പോലീസോ ഗവൺമെന്റോ വരുന്നില്ല എന്നുള്ളതും അദ്ദേഹത്തിന് വേദനപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ നിരന്തരം ആക്രമിക്കപ്പെടുന്ന ഇതേപോലത്തെ ഒരു ഗ്രൂപ്പിന് ഒരു സെൽഫ് ഡിഫൻസിന് വേണ്ടിയാണ് അദ്ദേഹം ആയുധം എത്തിക്കാൻ തീരുമാനിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് കോപ്പൻഹാഗനിൽ വെച്ച് പീറ്റർ ബ്ലീച്ചിനെ കിം ഡേവി കാണുന്നത്. കിം ഡേവിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ കിം ഡേവി ഈ സംഭവങ്ങളെപ്പറ്റി പിന്നീട് എഴുതിയ ദേ കോൾ മീ ടെററിസ്റ്റ് എന്ന പുസ്തകത്തിൽ നിന്ന് ഉള്ളതാണ്. പീറ്റർ ബ്ലീച്ച് നൽകുന്ന ഈ മൊഴികളൊക്കെ വളരെ സർപ്രൈസിങ്ങും ഷോക്കിങ്ങും ആയിരുന്നു CBI ഉദ്യോഗസ്ഥർക്ക്. അവർ ഈ ക്ലെയിംസിനെയൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. പീറ്റർ ബ്ലീച്ചും MI5 ബന്ധം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ തള്ളുന്നുണ്ട്. ഇത് ഇന്ത്യയുടെ ഒരു ഡൊമസ്റ്റിക് ഇഷ്യൂ മാത്രമാണെന്നും ഇത് നമുക്കൊരു റോളും ഇല്ലെന്ന് പറഞ്ഞ് ബ്രിട്ടീഷ് ഗവൺമെന്റ് കൈ കഴുകുന്നുണ്ട്. ഇതോടുകൂടി പീറ്റർ ബ്ലീച്ച് പെടുകയാണ്. CBI ഈ സമയം ആനന്ദമാർഗികളെ പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. CBI ഒരുപാട് ആനന്ദമാർഗികളെ കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ട്, ചോദ്യം ചെയ്യുന്നുണ്ട്, അവരുടെ ഒരുപാട് സ്ഥാപനങ്ങൾ റെയ്ഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ CBIക്ക് അവർക്കെതിരെ ഒരു തെളിവും കണ്ടെത്താനാവുന്നില്ല. കിം ഡേവി എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്നും CBI കണ്ടെത്താനാവുന്നില്ല. കിം ഡേവി എവിടെയാണെന്നുള്ള അന്വേഷണവും നീണ്ടു പോവുകയാണ്. അങ്ങനെ അന്വേഷണമൊക്കെ കഴിഞ്ഞ് 1996 കൊൽക്കത്ത സിറ്റി സെഷൻസ് കോർട്ടിൽ ഈ കേസ് എത്തുകയാണ്. കുറ്റപത്രത്തിൽ പറയുന്നത് ആനന്ദമാർഗികൾക്ക് വേണ്ടി തന്നെയാണ് ഈ ആയുധങ്ങൾ ഇവിടെ എത്തിച്ചതെന്ന്. പീറ്റർ ബ്ലീച്ചിനും ഈ 5 ലാത്വിയൻ ക്രൂവിനും എതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം വെയ്ജിങ് വാർ അഗെയിൻസ്റ്റ് ഇന്ത്യ എന്ന വളരെ സീരിയസ് ആയിട്ടുള്ള ടെററിസ്റ്റ് ചാർജുകളാണ്. വധശിക്ഷ വരെ കിട്ടാവുന്ന കുറ്റമാണത്. പീറ്റർ ബ്ലീച്ച് സ്വയം ഡിഫെൻഡ് ചെയ്യുകയാണ് ഈ കേസിൽ. അദ്ദേഹം പുറത്തു നിൽക്കുന്ന മീഡിയയിൽ വിളിച്ച് പറയുന്നുണ്ട് താൻ നിരപരാധിയാണ്, CBI നിങ്ങളുടെ കള്ളം പറയാണെന്നൊക്കെ. അങ്ങനെ വിചാരണ നീണ്ടു പോവുകയാണ്. 2000 ഫെബ്രുവരി 2 കൊൽക്കത്ത സെഷൻസ് കോടതി വിധി പ്രഖ്യാപിക്കുന്നത്. പീറ്റർ ബ്ലീച്ചിനെയും 5 ലാത്വിയൻ ക്രൂവിനെയും ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുന്നു. എന്നാൽ ആനന്ദമാർഗിന് ഈ ഓപ്പറേഷനുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ CBIക്ക് ആവുന്നില്ല. പക്ഷേ 2000 ജൂലൈ ആകുമ്പോഴത്തേക്ക് ഈ 5 ലാത്വിയൻസിനെയും ഇന്ത്യൻ പ്രസിഡൻഷ്യൽ പാഠം നൽകി, അതായത് രാഷ്ട്രപതിയുടെ മാപ്പ് നൽകി വെറുതെ വിടുകയാണ്. ഈ 5 പേരും റഷ്യൻ സിറ്റിസൺസ് ആയിരുന്നു ഈ സമയം കൊണ്ട്. ഈ ഒരു സമയം അടുപ്പിച്ചാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നത്. ഇന്ത്യക്ക് ഗുണകരമായിട്ടുള്ള കുറെ വെപ്പൺസ് ഡീലുകളിൽ ഒപ്പുവെക്കുന്നതിനായിട്ടാണ് അന്ന് റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വരുന്നത്. ആ സമയത്ത് ഒരു ഗുഡ് വിൽ ജസ്റ്റർ എന്ന രീതിയിലാണ് ഈ 5 പേരെയും ഇന്ത്യൻ ഗവൺമെന്റ് വിട്ടയക്കുന്നത്. പീറ്റർ ബ്ലീച്ച് പറഞ്ഞത് സത്യമായിരുന്നെങ്കിൽ ഈ ഹോൾ ഓപ്പറേഷനിൽ ഇന്ത്യക്ക് വേണ്ടി നിന്നത് അദ്ദേഹം മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ഫുൾ ഓപ്പറേഷൻ പ്ലാൻ ചെയ്ത ആളും കൂലിക്ക് പണിക്ക് വന്ന ആൾക്കാരും എല്ലാവരും പുറത്താണ്. അദ്ദേഹം മാത്രം ഇന്ത്യയിലെ ഒരു ജയിലിൽ ക്ഷയം പിടിച്ച് മരണത്തോട് മല്ലിട്ട് കിടക്കുന്നു. 2001 ജൂലൈ 6 കൊൽക്കത്ത സെഷൻസ് കോടതി 2001 ജൂലൈ 6 കൊൽക്കത്ത സെഷൻസ് കോടതി വിധി പ്രഖ്യാപിക്കുന്നു. 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 2001 ജൂലൈ 6 കൊൽക്കത്ത സെഷൻസ് കോ
പക്ഷേ അദ്ദേഹം ജയിലിൽ കിടക്കുന്നിടത്തോളം കാലം ഈ സംഭവം എന്നേക്കുമായിട്ട് മറക്കാൻ ഇന്ത്യൻ ഗവൺമെന്റിനാവില്ല. അതുകൊണ്ട് തന്നെ 2004 ഫെബ്രുവരിയിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നിരന്തരമായുള്ള പ്രഷറിനൊടുവിൽ പീറ്റർ ബ്ലീച്ചിനെ രാഷ്ട്രപതി പാർഡൺ നൽകി വെറുതെ വിടുകയാണ്. അങ്ങനെ ഈ കേസിൽ അറസ്റ്റായി എല്ലാവരും പുറത്തിറങ്ങി. പക്ഷേ ഇപ്പോഴും 2 ചോദ്യങ്ങൾ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. കിങ് ഡേവി എങ്ങനെയാണ് മുംബൈ എയർപോർട്ടിൽ നിന്ന് രക്ഷപ്പെട്ടത്? അദ്ദേഹം ഇപ്പോൾ എവിടെയാണ്? അന്ന് ഇന്ത്യയിൽ നിന്ന് നേപ്പാൾ വഴി രക്ഷപ്പെട്ട കിം ഡേവി തന്റെ ജന്മദേശമായ ഡെൻമാർക്കിലേക്ക് തന്നെയാണ് തിരിച്ചു പോയത്. ഈ സമയം എത്രയും അദ്ദേഹം കോപ്പൻഹേഗനിൽ തന്നെ ഉണ്ടായിരുന്നു. 2001 CBI അദ്ദേഹത്തിനെ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇതിലെ രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ പീറ്റർ ബ്ലീച്ച് തുടക്കം തൊട്ടേ പറയുന്നുണ്ട് അദ്ദേഹം ഡെൻമാർക്കുകാരനാണ്, അദ്ദേഹം ഡെൻമാർക്കിലുണ്ടെന്ന്. പക്ഷെ എന്തുകൊണ്ടോ CBI അദ്ദേഹത്തിന് ലൊക്കേറ്റ് ചെയ്തപ്പോഴത്തേക്ക് 2001 ആയി. 2002 മാത്രമാണ് ഇന്ത്യൻ ഗവൺമെന്റ് കിങ് ഡേവിയെ എക്സ്ട്രാഡൈറ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ ആരംഭിക്കുന്നത്. അതായത് ഇന്ത്യയിൽ എത്തിക്കാനുള്ള നടപടികൾ ആരംഭിക്കുന്നത്. അതിനായിട്ട് അവരെ ഇന്റർപോൾ വഴിയും ശ്രമിക്കുന്നുണ്ട്, ഡെൻമാർക്കിന്റെ ഗവൺമെന്റുമായിട്ട് നെഗോഷിയേറ്റും ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രൊസീജിയർ ഇങ്ങനെ നീണ്ടു പോവുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിങ് ഡേവി ഒളിവിലൊന്നും ആയിരുന്നില്ല. അദ്ദേഹം വളരെ ഓപ്പൺ ആയിട്ട് അദ്ദേഹത്തിന്റെ നോർമൽ ലൈഫ് അവിടെ ജീവിക്കുകയായിരുന്നു. അങ്ങനെ 2010 ഡാനിഷ് ഗവൺമെന്റ് കിം ഡേവിയെ എക്സ്ട്രാഡൈറ്റ് ചെയ്യാമെന്ന് ഓൺ പ്രിൻസിപ്പിൾ സമ്മതിക്കുകയാണ്. അതിനെതിരെ കിം ഡേവി അവിടുത്തെ കോടതിയിൽ പോകുന്നുണ്ട്. മാത്രമല്ല 15 കൊല്ലം അതിനെപ്പറ്റി ഒന്നും മിണ്ടാതിരുന്ന കിം ഡേവി പെട്ടെന്ന് ന്യൂസുകൾക്കൊക്കെ ഇന്റർവ്യൂസ് കൊടുത്തു തുടങ്ങുന്നുണ്ട്. ഇതിനിടയ്ക്ക് അദ്ദേഹം ഒരു ബുക്കും എഴുതിയായിരുന്നു, ദേ കോൾ മീ എ ടെററിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ആ പുസ്തകത്തിലൂടെ അദ്ദേഹം കൺഫേം ചെയ്യുന്നുണ്ട് ആനന്ദമാർഗികൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ആയുധം അവിടെ ഇറക്കിയതെന്ന്. നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ അദ്ദേഹം ഇന്ത്യയിൽ വരുന്നതും ആനന്ദമാർഗികളുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നതും കമ്മ്യൂണിസ്റ്റുകാരുടെ ആക്രമണത്തിനെതിരെ സ്വയം ഡിഫെൻഡ് ചെയ്യുന്നതിനായിട്ട് അവർക്ക് ആയുധം എത്തിക്കാൻ വേണ്ടി അദ്ദേഹം പുറപ്പെടുന്നതെല്ലാം അദ്ദേഹം ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ 2011 ഏപ്രിലിൽ ഇന്ത്യൻ ന്യൂസ് ചാനലായിട്ടുള്ള ടൈംസ് നൗവിന് അദ്ദേഹം ഒരു ഇന്റർവ്യൂ എടുക്കുന്നു. അദ്ദേഹം ഡെൻമാർക്കിൽ നിന്നാണ് ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. അതിൽ പീറ്റർ ബ്ലീച്ചും പങ്കെടുക്കുന്നുണ്ട്. ഈ ഇന്റർവ്യൂ ഹോസ്റ്റ് ചെയ്യുന്നത് അർണബ് ഗോസ്വാമിയാണ്. ആ ഇന്റർവ്യൂവിൽ വെച്ച് വളരെ ഗുരുതരമായ ഒരു ആരോപണം കിം ഡേവി ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ ഹോൾ ഓപ്പറേഷൻ നടത്തിയത് ഇന്ത്യൻ ഗവൺമെന്റിന്റെയും റോ ഏജൻസിയുടെയും അറിവോടും സമ്മതത്തോടും കൂടിയാണെന്നാണ്. അന്ന് സെൻട്രൽ ഗവൺമെന്റ് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. നരസിംഹറാവു ആണ് അന്നത്തെ പ്രധാനമന്ത്രി. 1977 തൊട്ട് വെസ്റ്റ് ബംഗാൾ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റാണ്. ജ്യോതി ബസുവിന്റെ CPIഎമ്മിന്റെ സർക്കാർ വളരെ ശക്തമായിരുന്നു. അവരെ ഡെമോക്രാറ്റിക്കലി ഇലക്ഷന് തോൽപ്പിക്കുക എന്നുള്ളത് അക്കാലത്ത് കോൺഗ്രസിന് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമായിരുന്നു. കിം ഡേവി പറയുന്നതനുസരിച്ച് ആ ആയുധങ്ങൾ വെസ്റ്റ് ബംഗാളിൽ എത്തേണ്ടത് സെൻട്രൽ ഗവൺമെന്റ് ഭരിക്കുന്ന കോൺഗ്രസിന്റെ ആവശ്യമായിരുന്നു. ഈ ആയുധങ്ങൾ ഉപയോഗിച്ച് ആനന്ദമാർഗികൾ വെസ്റ്റ് ബംഗാളിൽ കലാപം ഉണ്ടാക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. AK-47 റോക്കറ്റ് ലോഞ്ചേഴ്സും പോലുള്ള ആയുധങ്ങളെ വെച്ചുള്ള ആക്രമണത്തെ നേരിടാൻ പോലീസിന് കഴിയാതെ വരും. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ സംസ്ഥാനത്തിന്റെ ക്രമസമാധാനം തകർന്നെന്നും അവിടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റിന് കഴിയില്ലെന്ന് സ്ഥാപിക്കാൻ കോൺഗ്രസിന് കഴിയും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന് ആർട്ടിക്കിൾ 356 ഉപയോഗിച്ച് ജ്യോതി ബസുവിന്റെ സർക്കാരിനെ പിരിച്ചുവിടാൻ പറ്റും. എന്നിട്ട് അവിടെ പ്രസിഡൻഷ്യൽ റൂൾ കൊണ്ടുവരും. ഇതായിരുന്നു കോൺഗ്രസിന്റെ പ്ലാൻ എന്നാണ് കിം ഡേവി പറയുന്നത്. താൻ മുംബൈ എയർപോർട്ടിൽ നിന്ന് രക്ഷപ്പെട്ടത് എങ്ങനെയെന്നും കിം ഡേവി ഈ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു കൺഫ്യൂഷന്റെ ഇടയിൽ അദ്ദേഹം നൈസായിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവിടെ നിന്ന് അദ്ദേഹം നേരെ പൂനെയിലേക്ക് പോയി. അവിടെ നിന്ന് അദ്ദേഹം ഡൽഹിയിലേക്ക് പോവുകയാണ്. ഡൽഹിയിൽ പോയിട്ട് അദ്ദേഹം സ്റ്റേ ചെയ്യുന്നത് ഒരു MP വീട്ടിലാണ്, അതായത് ഒരു മെമ്പർ ഓഫ് പാർലമെന്റിന്റെ വീട്ടിൽ. അത് ബീഹാറിലെ MP ആയിട്ടുള്ള പപ്പു യാദവാണ്. പപ്പു യാദവും കുടുംബവും പണ്ട് തൊട്ട് ആനന്ദമാർഗികളാണെന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ്. അവിടെ വെച്ച് കിം ഡേവിയെ കാണാനായിട്ട് CBIയുടെ ജോയിന്റ് ഡയറക്ടറായിട്ടുള്ള JK ദത്ത് വന്നിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. JK ദത്താണ് ആദ്യം ഈ ഇൻവെസ്റ്റിഗേഷൻ ഹെഡ് ചെയ്യുന്നത്. അദ്ദേഹവും ഈ ഇന്റർവ്യൂവിൽ വരുന്നുണ്ട്. അദ്ദേഹം ഇത് നേരിട്ട് തന്നെ നിഷേധിക്കുന്ന ഒരു സംഭവമാണ്. പിറ്റേന്ന് കിം ഡേവിയെ അവർ നേപ്പാൾ ബോർഡറിൽ എത്തിക്കുന്നു. അതുവഴി ഇന്ത്യൻ ബോർഡർ ക്രോസ് ചെയ്ത കിം ഡേവി നേപ്പാളിൽ നിന്ന് ഡെൻമാർക്കിലേക്ക് രക്ഷപ്പെടുന്നു. ഈ ആരോപണങ്ങൾ സെൻട്രൽ ഗവൺമെന്റും കോൺഗ്രസും റോയും CBIയും എല്ലാം അതിശക്തമായി തന്നെ നിഷേധിക്കുന്നുണ്ട്. കിം ഡേവിയുടെ എക്സ്ട്രഡിഷന്റെ കേസ് കോടതിയിൽ നടക്കുവാണല്ലോ. അപ്പോഴത്തേക്ക് അദ്ദേഹം സാധാരണ ഒരു തീവ്രവാദിയല്ല, അദ്ദേഹം ഒരു രാഷ്ട്രീയ കുറ്റവാളിയാണ് എന്ന് സ്ഥാപിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു അപ്രോച്ച് കോടതിയിൽ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ കള്ളങ്ങളൊക്കെ പറഞ്ഞതെന്നാണ് അന്ന് ഇന്ത്യൻ ഗവൺമെന്റ് പറയുന്നത്. കിം ഡേവിയുടെ ഈ ആരോപണങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് കുറച്ച് ഓവറായിട്ട് നമുക്ക് തോന്നാം, ഇതൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് തോന്നാം. പക്ഷെ അങ്ങയുടെ ഈ ആരോപണത്തിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് തെളിവുകളുണ്ട്. ആദ്യത്തെ തെളിവ് ഓഫ് കോഴ്സ് പീറ്റർ ബ്ലീച്ചിന്റെ സ്റ്റേറ്റ്മെന്റുകളാണ്. ആദ്യമേ അദ്ദേഹം അറസ്റ്റിലാകുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഈ വിവരങ്ങളൊക്കെ MI5 വഴി റോ വളരെ മുന്നേ അറിഞ്ഞിരുന്നുവെന്ന്. അതും കിം ഡേവി പറഞ്ഞതുമായിട്ട് മാച്ച് ആകുന്നുണ്ട്. ഈ ഓപ്പറേഷൻ നടക്കാൻ പോകുന്നത് അറിഞ്ഞ് സെൻട്രൽ ഗവൺമെന്റ് ഈ വിവരം വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റിനെ അറിയിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് അറിയോ? ഒരു രജിസ്റ്റേർഡ് കത്ത് വഴി. ഇത് 1990കളിൽ നടക്കുന്ന സംഭവമാണെന്ന് ഓർക്കണം. അന്ന് ഫോണും ഉണ്ട്, ഫാക്സും ഉണ്ട്, അങ്ങനത്തെ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. നാഷണൽ സെക്യൂരിറ്റിക്ക് തന്നെ ത്രെറ്റ് ആയിട്ടുള്ള ഇത്ര ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ അവർ സ്റ്റേറ്റിനെ അറിയിക്കുന്നത് ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ടുള്ള മീൻസിൽ കൂടെയാണ്. ആ രജിസ്റ്റേർഡ് കത്ത് എല്ലാം കഴിഞ്ഞ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കയ്യിൽ എത്തുമ്പോഴത്തേക്ക് ഈ സംഭവം നടന്നു കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് ഈ കറക്റ്റ് സമയത്ത് വർക്ക് ചെയ്യാതിരുന്ന എയർഫോഴ്സ് ഡിഫൻസിന്റെ റാഡാറിന്റെ സ്റ്റോറി. ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന പുരിയിലേക്ക് വളരെ അടുത്താണ് കലൈക്കുണ്ട എയർഫോഴ്സ് ബേസ്. അവിടെ ഒരു എയർ ഡിഫൻസ് റേഡാർ ഉണ്ട്.
ഈ സംഭവം നടക്കുന്ന അന്ന്, അതായത് 17 ഡിസംബർ 1995 ഇത് നടക്കുന്ന സമയത്ത് ആ റാഡാർ മെയിൻ്റനൻസിന് വേണ്ടി ഓഫ് ചെയ്തിട്ടേക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്രൂവ്ഡ് റൂട്ടിൽ നിന്ന് മാറി ഈ AN-26 പ്ലെയിന് പുരുലിയുടെ മേലോട്ട് പോകുന്നത് ആരും കാണുന്നില്ല. അത് വെറും ഒരു കോയിൻസിഡൻസ് ആണെന്ന് ചിന്തിക്കാൻ പറ്റത്തില്ല. ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ എയർ ഡിഫൻസ് റേഡാർ ഒന്നും അങ്ങനെ ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. ഇതും ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഇൻവോൾവ്മെന്റിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എന്തായാലും കിം ഡേവിയുടെ ഈ ഇന്റർവ്യൂ അദ്ദേഹത്തിന് ഉദ്ദേശിച്ച ഫലം നേടിക്കൊടുക്കുന്നുണ്ട്. 2011 ജൂണിൽ ഡാനിഷ് ഹൈക്കോർട്ട് കിം ഡേവിയെ എക്സ്ട്രഡൈറ്റ് ചെയ്യാനുള്ള ഓർഡർ ക്യാൻസൽ ചെയ്യുന്നുണ്ട്. കോടതി ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യൻ ജയിലുകളിൽ നടക്കുന്ന ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനെ പറ്റിയാണ്. ഇന്ത്യൻ ജയിലുകളിൽ കിം ഡേവിക്ക് പീഡനങ്ങൾ അല്ലെങ്കിൽ ടോർച്ചർ ഏൽക്കേണ്ടി വരുമെന്നും കോടതി ഭയപ്പെടുന്നു. കിം ഡേവിയെ വിട്ടുകിട്ടാനുള്ള ശ്രമം ഇന്ത്യ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 2023 പിന്നെയും ഡാനിഷ് ഗവൺമെന്റ് കിം ഡേവിയെ എക്സ്ട്രഡൈറ്റ് ചെയ്യുന്നതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ തുടങ്ങുകയാണ്. പക്ഷെ 2024 ഹൈക്കോടതി പിന്നെയും അതിനെ ബ്ലോക്ക് ചെയ്യുകയാണ്. അങ്ങനെ കിം ഡേവി ഇപ്പോഴും അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായുള്ള കോപ്പൻഹേഗനിൽ ഫ്രീ ആയിട്ട് ജീവിക്കുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ 60 വയസ്സോളമായി. അദ്ദേഹം ഒരു ഹൗസ് ബോട്ട് വിൽക്കുന്ന കമ്പനിയുടെ ഉടമസ്ഥനാണ്. പീറ്റർ ബ്ലീച്ച് തിരിച്ച് യോർക്ക്ഷയറിലെത്തി അദ്ദേഹത്തിന്റെ ബിസിനസ്സും ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ആ 5 ലാത്വിയൻ ക്രൂ മെമ്പേഴ്സിനെ പറ്റി വലിയ വിവരമൊന്നുമില്ല. ആനന്ദ് മാർഗ് ഓർഗനൈസേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. ഏകദേശം 180 രാജ്യങ്ങളിൽ അവർക്ക് ബ്രാഞ്ചസ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. വെസ്റ്റ് ബംഗാളിൽ CPIMന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. 2011 ഇടതുപക്ഷത്തിന്റെ ഭരണം വെസ്റ്റ് ബംഗാളിൽ അവസാനിച്ചു. പിന്നീട് ഒരു തിരിച്ചുവരവ് അവർക്ക് ഇതുവരെ സാധ്യമായിട്ടില്ല. സംഭവം കഴിഞ്ഞ് ഇത്രയും കാലമായിട്ടും ആർക്ക് വേണ്ടിയാണ് ഈ ആയുധങ്ങൾ എത്തിച്ചത് എന്നതിനെ പറ്റി ഒരു ക്ലാരിറ്റി ഇപ്പോഴും ഇല്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് തിയറികളും ഇതിനെപ്പറ്റിയുണ്ട്. ആദ്യത്തേത് ഒബ്വിയസ്ലി ആനന്ദ് മാർഗികൾക്ക് വേണ്ടിയായിരുന്നു ഈ ആയുധം എന്നുള്ളതാണ്. ഇത് ആനന്ദ് മാർഗികൾ പാടെ നിഷേധിക്കുന്നുണ്ട്. കോടതിയിൽ ഇത് തെളിയിക്കാൻ CBIക്ക് ആയിട്ടില്ല. പിന്നീട് ആനന്ദ് മാർഗികൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇത്തരത്തിൽ ഒരു കലാപം നടത്താനായിരുന്നെങ്കിൽ എന്തിനായിരുന്നു ആന്റി ടാങ്ക് ഗ്രനേഡ്സും മിസൈൽ ലോഞ്ചേഴ്സും ഒക്കെ? കോൾഡ് വാർ അവസാനിച്ച് സോവിയറ്റ് യൂണിയൻ സ്പ്ലിറ്റായി നിൽക്കുന്ന സമയമാണത്. ആ സമയത്ത് ഇന്ത്യയിൽ അസ്ഥിരത ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്ക കളിച്ചൊരു കളിയാണെന്നൊരു തിയറിയുണ്ട്. കിം ഡേവി അവിടെ ഏജന്റ് ആണെന്നാണ് ആ തിയറിയിൽ പറയുന്നത്. ഇതും വെറും ഒരു തിയറി മാത്രമാണ്. ഇതിന് അടിസ്ഥാനമായിട്ട് ഉള്ള തെളിവുകളൊന്നുമില്ല. പിന്നീടുള്ളത് അവർ ആയുധങ്ങൾ വാങ്ങിച്ചപ്പോൾ പറഞ്ഞതുപോലെ ബംഗ്ലാദേശ് ആർമിക്ക് വേണ്ടി തന്നെയായിരുന്നു ഈ ആയുധം എന്നുള്ളതാണ്. എങ്കിൽ എന്തിന് കിം ഡേവിയും പീറ്റർ ബ്ലീച്ചൊക്കെ കള്ളം പറയണം? അന്ന് രാത്രി ഇന്ത്യയിൽ ആക്ച്വലി എത്ര ആയുധങ്ങൾ ഡ്രോപ്പ് ചെയ്തത് എന്നുള്ളതിന് വ്യക്തമായ കണക്കുകളില്ല. സംഭവം കഴിഞ്ഞ് 21 വർഷം കഴിഞ്ഞിട്ട് 2016 വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഈ സംഭവത്തിൽ കാണാതായ AK-47 റോക്കറ്റ് ലോഞ്ചേഴ്സും ഒക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ ഒരുപാട് ആയുധങ്ങൾ ഇപ്പോഴും ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് 2025 ഡിസംബർ 17 സംഭവം കഴിഞ്ഞ് എക്സാക്ട്ലി 30 വർഷം തികയുന്നതിന്റെ അന്ന് ഞാൻ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോഴും ഇന്ത്യൻ ഇന്റലിജൻസിന്റെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഫെയിലിയേഴ്സ് ആയിട്ട് ഈ കേസ് നിലനിൽക്കുന്നത്.